എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ കെ തഴവ. എല്ലാവർക്കും ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം, HSA ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇംഗ്ലീഷ് ഗ്രാമർ പ്ലസ് വൊക്കാബുലറി എന്നുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിച്ചാൽ ഡിഗ്രി നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിരുന്നത്. ഗ്രാമർ അതുപോലെ തന്നെ വൊക്കാബുലറി ഈക്വലായിട്ട് ചോദിച്ചിട്ടില്ല. ഗ്രാമറാണ് കൂടുതൽ ചോദിച്ചത്. പിന്നെ വൊക്കാബുലറി വളരെ കുറച്ച് വേർഡ്സ് ചോദിച്ചു. പിന്നീടുള്ളത് കമ്മ്യൂണിക്കേറ്റീവ് പാർട്ടാണ് അതിനകത്ത് ചോദിച്ചത്. സോ വൊക്കാബുലറി ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഫോറിൻ ഫ്രേസസ്, അതുപോലെ തന്നെ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ്, വൺ വേർഡ്, ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ, അല്ലെങ്കിൽ സിനോണിം ആൻറ്റോണിം ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ഭാഗങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താണ് നമ്മൾ പഠിക്കേണ്ടത്. സോ ഒരുപാട് പേര് ആവശ്യപ്പെട്ടൊരു ക്ലാസ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹെഡിങ് കൊടുത്തിരിക്കുന്ന ഫോറിൻ വേർഡ്സ് എന്ന് മാത്രമാണെങ്കിലും ഇതിനകത്ത് നമ്മൾ ഇഡിയംസ് ആൻഡ് ഫ്രേസ് എന്ന് പറയുന്ന ഭാഗവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ഫോറിൻ വേർഡ്സ് ആണ് ആദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് HSA ഇംഗ്ലീഷ് പരീക്ഷ ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. സിലബസ് ഇനി മാറാൻ സാധ്യതയില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. സോ നിലവിലുള്ള സിലബസ് അനുസരിച്ചുള്ള പഠനം തുടങ്ങണം. തുടങ്ങാത്തവർ അത്യാവശ്യമായിട്ട് തുടങ്ങണം. പെൻഡിങ് പോർഷൻസ് ഉള്ളവർ, തുടങ്ങിയിട്ട് പകുതിക്ക് വെച്ച് നിർത്തിയവരുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും തുടങ്ങേണ്ട സമയമായിരിക്കുന്നു. കാരണം നല്ലൊരു അവസരമാണ്, അത് പാഴാക്കരുത്. എൻട്രിയിലെ ഏറ്റവും നല്ല ക്ലാസ്സുകളാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ നേതൃത്വത്തിലുള്ള മെൻറ്റർഷിപ്പ് ബാച്ച് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നോർമൽ ബാച്ച് ആയിക്കോട്ടെ, ഏറ്റവും സൂപ്പർ ക്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. 2 ആഴ്ച കൂടുമ്പം ഉദ്യോഗാർത്ഥികളുമായിട്ട് നേരിട്ട് സംസാരിച്ച് അവരുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്ത് അവരുടെ സജഷൻസും കാര്യങ്ങളും ഒക്കെ നേരിട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം നമ്മൾ ആദ്യം തുടങ്ങിയ ബാച്ചിൻ്റെയൊക്കെ റിവിഷൻ ഉൾപ്പെടെ ആരംഭിച്ചു. എല്ലാം പുതിയ ക്ലാസ്സുകളാണ് അധ്യാപകരെ കൊണ്ട് എടുത്തിരിക്കുന്നത്. അത്ര നല്ല ക്ലാസ്സുകളാണ്. എൻ്റെ മെൻറ്റർഷിപ്പ് ബാച്ച് ഇനിയും വരുന്നുണ്ട്. മിക്കവാറും എക്സാം ഡേറ്റ് വന്നു കഴിയുമ്പോൾ ഒരു ക്രാഷ് കോഴ്സും നിങ്ങൾക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു, ഇനിയും തയ്യാറെടുക്കാത്തവർക്ക് വേണ്ടി. അപ്പം എല്ലാവരും പരീക്ഷ എഴുതണം. നമ്മൾ വലിയൊരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് കോഴ്സ് ഞാൻ ലീഡ് ചെയ്ത സമയത്തെ പോലെ തന്നെ ഒരു വലിയ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് പറഞ്ഞല്ലേ, ഈ കോഴ്സ് തുടങ്ങിയ സമയം മുതൽ ഇന്ന് വരെ എല്ലാ ദിവസങ്ങളിലും ഉദ്യോഗാർത്ഥികളുടെ കാര്യം തിരക്കിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വലിയൊരു റിസൾട്ട് നമുക്ക് വേണം. ഒരു റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ കോഴ്സ് പൂർണ്ണതയിലെത്തൂ. സോ ഇനി നിരന്തരം യൂട്യൂബിലൂടെ നിങ്ങൾക്ക് വീഡിയോസ് ഞാൻ നൽകിക്കൊണ്ടിരിക്കും. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഫോറിൻ വേർഡ്സ് പലതും നിങ്ങൾക്ക് അറിയാത്തതായിരിക്കും, അത് ഉറപ്പാണ്. അത് ഞാൻ എടുത്തിരിക്കുന്നത് ലീഗൽ വേർഡ്സിൽ നിന്നാണ്. സാധാരണ ഇപ്പോൾ ഒരുപാട് ലീഗൽ വേർഡ്സ്, ഇപ്പോൾ LEB എന്ന് പറയുന്ന വാക്ക് നമുക്കറിയാം, എൽസ്വെയർ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഇപ്പം കുറ്റം ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രതി എന്ന് സംശയിക്കുന്ന ആൾ ആ കുറ്റം നടന്ന സ്ഥലത്തില്ലായിരുന്നു, വേറൊരു സ്ഥലത്തായിരുന്നു എന്ന് കാണിക്കാനുള്ള തെളിവിനെയാണ് LEB എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് ഫോറിൻ ഫ്രേസസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചു പോകാം എൻ്റെ ക്ലാസ്സിനോടൊപ്പം തന്നെ. ഒന്നാമത്തെ ലോക്കസ് ക്ലാസിക്കസ് എന്ന് പറയുന്ന വാക്കാണ്. ലോക്കസ് ക്ലാസിക്കസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എ ക്ലാസിക് എക്സാമ്പിൾ എന്നാണ്. ഒരു ഉത്തമ ഉദാഹരണം എന്നാണ് മലയാള അർത്ഥം. അതായത് എ ക്ലാസിക് എക്സാമ്പിൾ. അപ്പോൾ അത് പഠിക്കുക. ലോക്കൽ ക്ലാസിക്കസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എ ക്ലാസിക് എക്സാമ്പിൾ അഥവാ ഉത്തമ ഉദാഹരണം, ഉത്തമ മാതൃക എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇതും ഒരു ലോ ടേമാണ്, ഒരു ലീഗൽ ടേമാണ്, അത് മനസ്സിലാക്കുക. നോട്ടെ വെർബാലെ എന്ന് പറയുന്ന വാക്കുണ്ട്. നോട്ടെ വെർബാലെ എന്ന് പറയുന്ന ഫോറിൻ ഫ്രേസിൻ്റെ അർത്ഥം എ ഡിപ്ലോമാറ്റിക് കമ്മ്യൂണിക്കേഷൻ ബൈ വൺ ഗവൺമെൻറ് ടു അനദർ. സിമ്പിളാണ്, ഒരു നയതന്ത്രപരമായ സമീപനം, അല്ലെങ്കിൽ 2 രാജ്യങ്ങൾ തമ്മിലുള്ളൊരു നയതന്ത്ര ബന്ധം. അതിനെയാണ് നോട്ടെ വെർബാലെ എന്ന ഫോറിൻ ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുക. അപ്പോൾ 2 വാക്കുകൾ പഠിക്കുക, എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകുക. ലോക്കസ് ക്ലാസിക്കസ് എന്ന് പറഞ്ഞാൽ എ ക്ലാസിക് എക്സാമ്പിൾ എന്നും, നോട്ടെ വെർബാലെ എന്ന് പറയുന്ന ഫോറിൻ ഫ്രേസിൻ്റെ അർത്ഥം എ ഡിപ്ലോമാറ്റിക് കമ്മ്യൂണിക്കേഷൻ ബൈ വൺ ഗവൺമെൻറ് ടു അനദർ എന്നും പഠിച്ചു വെക്കുക. അടുത്ത എർസാറ്റ്സ് എന്ന് പറയുന്ന ഫോറിൻ ഫ്രേസിൻ്റെ അർത്ഥം എന്താണ്? എർസാറ്റ്സ് എന്ന് പറയുന്ന ഫോറിൻ ഫ്രേസിൻ്റെ അർത്ഥം എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ് എന്നാണ്. അതിനകത്ത് പ്രത്യേകിച്ച് നമ്മളിനി എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ഈ വാക്കിൻ്റെ തന്നെ കറക്റ്റ് അർത്ഥമാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എർസാറ്റ്സ്, ഡ്യൂപ്ലിക്കേറ്റ്. സുവോമോട്ടു പലർക്കും അറിയാവുന്നൊരു വാക്കാണ്. ഓൺ ഇറ്റ്സ് ഓൺ മോഷൻ എന്ന് പറഞ്ഞാൽ സ്വമേധയാ കേസെടുത്തു, കോടതി സ്വമേധയാ കേസെടുത്തു എന്നൊരു പ്രയോഗം നമ്മൾ കേട്ടിട്ടുണ്ട്. കോടതി സ്വമേധയാ കേസെടുക്കുക, അതായത് കേസ് കൊടുക്കാൻ ആരും ഇല്ലാതെ വരുന്ന ക്രൈമുകൾക്ക് സ്വമേധയാ കേസെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതിയുണ്ട്. അവിടെ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ് സുവോമോട്ടു. അതൊരു ഫോറിൻ ഫ്രേസാണ്. അർത്ഥം ഓൺ ഇറ്റ്സ് ഓൺ മോഷൻ. പ്രൈമം നോൺ നൊസേറെ എന്ന് പറയുന്ന വാക്ക്, പ്രൈമം നോൺ നൊസേറെ എന്ന് പറയുന്ന ഫോറിൻ ഫ്രേസിൻ്റെ അർത്ഥം എന്താണ്? ഫസ്റ്റ് ഡു നോ ഹാം.
സംഭവം ഇത് കേൾക്കുമ്പോൾ വലിയ കട്ടിയായിട്ട് തോന്നുമെങ്കിലും നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെ ഒരു പോളിസിയാണ്. കാരണം നമ്മളൊരിക്കലും അങ്ങോട്ട് ആരെയും ആക്രമിക്കില്ല, നമ്മളൊരിക്കലും ഫസ്റ്റ് ഹാം ചെയ്യില്ല. നമ്മളെ ഇങ്ങോട്ട് ആക്രമിച്ചാൽ മാത്രമാണ് നമ്മൾ തിരിച്ച് ചെയ്യുന്നത്. ഒരിക്കലും അങ്ങോട്ട് കയറി ആക്രമിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിനില്ല. അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമം നോൺ നൊസേറെ, ഫസ്റ്റ് ഡു നോ ഹാം എന്നർത്ഥം. ഇനി അത് മറക്കരുത്. പ്രൈമം എന്ന് പറഞ്ഞാൽ പ്രൈമറി, പ്രധാനമായ, ഫസ്റ്റ് എന്നർത്ഥമാണ്. നോൺ നോസിയർ, ഡു നോ ഹാം എന്ന അർത്ഥത്തിൽ പഠിക്കുക. കാർട്ടെ ബ്ലാൻഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. അത് PSC പരീക്ഷകൾക്ക് സ്ഥിരം ചോദ്യമാണ്. പൂർണ്ണ അധികാരം കൊടുക്കുക, പൂർണ്ണ അധികാരം, ഫുൾ അതോറിറ്റിയാണ് കാർട്ടെ ബ്ലാൻഷെ എന്ന് പറഞ്ഞാൽ. ഒരാൾക്ക് ഒരു അതോറിറ്റിക്കോ പൂർണ്ണ അധികാരം കൊടുക്കുന്നതിനെയാണ് കാർട്ടെ ബ്ലാൻഷെ എന്ന് പറയുന്നത്. പാരിപ്പസു എന്ന് പറയുന്ന വാക്ക് ഒരു ഫോറിൻ വേർഡാണ്, നമുക്കറിയാം. അത് ഏത് ലാംഗ്വേജ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ പാരിപ്പസു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഈക്വൽ പേസ് എന്നാണ്, തുല്യത, തുല്യത അവകാശപ്പെടുക. അതിനെയാണ് പാരിപ്പസു എന്ന് പറയുന്ന ഫോറിൻ ഫ്രേസോട് ഉദ്ദേശിക്കുന്നത്. ഇംപാസ് എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ്. ഇംപാസ് ഡെഡ് ലോക്ക് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. വായിക്കാം. ലോക്കസ് ക്ലാസിക്കസ്, എ ക്ലാസിക് എക്സാമ്പിൾ അല്ലെങ്കിൽ ഉത്തമ ഉദാഹരണം. നോട്ട് എ വെർബാലെ, എ ഡിപ്ലോമാറ്റിക് കമ്മ്യൂണിക്കേഷൻ ബൈ വൺ ഗവൺമെൻറ് ടു അനദർ. എർസാറ്റ്സ് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. സുവോമോട്ടോ ഓൺ ഇറ്റ്സ് ഓൺ മോഷൻ എന്നാണ് അർത്ഥം. സ്വമേധയ. പ്രൈമം നോൺ നൊസേറെ, ഫസ്റ്റ് ഡു നോ ഹാം. അറിയാമല്ലോ, ഞാൻ പറഞ്ഞ ഇന്ത്യയുടെ കാര്യം പറഞ്ഞത് ഓർത്താൽ മതി. കാർട്ടെ ബ്ലാൻഷെ പൂർണ്ണ അധികാരം, ഫുൾ അതോറിറ്റി എന്നർത്ഥം. പാരിപ്പസു അറ്റ് ഈക്വൽ പേസ് എന്നർത്ഥം. ഇംബാസ് എന്ന് പറയുന്ന ഫോറിൻ ഫ്രേസിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഡെഡ് ലോക്ക്. നല്ലോണം നോക്കുക, പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത സ്ലൈഡിലോട്ട് പോയാൽ മതി. നമ്മളെ വൊക്കാബുലറി പഠിപ്പിക്കുന്ന അങ്ങനെയാണ്, ക്ലാസ്സിൽ ഇരുത്തി തന്നെ പഠിപ്പിച്ച് പോകുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. എല്ലാ വൊക്കാബുലറി പാർട്സും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ എൻട്രിയിൽ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഭാഗം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അവസാനം ഞാൻ ചോദിക്കും, ക്ലാസ് കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് റിവിഷനായിട്ട് 2-3 വാക്കും അതിൻ്റെ അർത്ഥവും, അല്ലെങ്കിൽ അർത്ഥവും അതിനെന്താണ് കറക്റ്റ് ഫോറിൻ ഫ്രേസ് എന്ന് ചോദിക്കും. അതുകൊണ്ട് ഓർമ്മയിൽ ഉണ്ടാവണം 2 ഭാഗവും. ഓക്കെ. ഡിജോർ, ഡിജോർ എന്ന് പറയുന്ന ഫോറിൻ ഫ്രേസിൻ്റെ അർത്ഥം അക്കോർഡിംഗ് ടു ലോ. നമുക്കറിയാം, നിയമാനുസരണം ഒരു നിയമപരമായ വേർഡാണ്. നിയമാനുസൃതമായ, നിയമാനുസൃതം എന്ന അർത്ഥം വരുന്ന വാക്കാണ് ഡിജോർ. ഓക്കെ. ജൂറി, ജഡ്ജ്, ലോ എന്നൊക്കെയുള്ള അർത്ഥമാണ് ഡിജോർ. അങ്ങനെ ഓർത്താൽ മതി. ലോ എന്നാണ് അർത്ഥം ഇവിടെ. ഡിഫാക്റ്റോ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ കിങ് ജെയിംസ് ഫസ്റ്റ് വാസ് ദ ഡിഫാക്റ്റോ റൂളർ ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അവകാശി, യഥാർത്ഥ റൂളർ എന്നൊക്കെ പറയും. ആക്ച്വൽ എന്നർത്ഥമാണ്. ഇത് ഒരുപാട് തവണ ചോദിച്ചതാ ഡിഫാക്റ്റോ എന്ന് പറയുന്ന വാക്ക്. എൻട്രെയിഞ്ചർ എന്ന് പറഞ്ഞാൽ ഫോറിനറാണ്. എട്രെയിഞ്ചർ, എൻട്രെയിഞ്ചർ അല്ല, എട്രെയിഞ്ചർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഫോറിനർ, വിദേശി, ഏലിയൻ എന്നൊക്കെ അർത്ഥത്തിലാണ്. എക്സ്ക്യൂറിയ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് കോർട്ട്. ഈ പദം നിങ്ങൾ പലപ്പോഴും ലീഗൽ വേർഡ്സിൽ കേൾക്കുന്ന ഒരു വാക്കാണ്. എക്സ്ക്യൂറിയ എന്ന് പറഞ്ഞാൽ എക്സ്ക്യൂറിയ സെറ്റിൽമെൻറ്റ്, കോടതിക്ക് പുറത്തുള്ള സെറ്റിൽമെൻറ്റ്. എക്സ്ക്യൂറിയ എന്ന് കേട്ടിട്ടില്ലേ? കോടതിക്ക് പുറത്ത് വെച്ച് തീർപ്പാക്കുക, അത് കേസാക്കാതെ തന്നെ തർക്കം പരിഹരിച്ച് പോകുക. അടുത്ത വാക്ക് ഇറ്റേറം. ഇറ്റേറം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എഗെയിൻ എന്നാണ്, വീണ്ടും. ഒരു ഫ്രേസാണ്, കറക്റ്റ് അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്, വീണ്ടും. ഓവിയർ എന്ന് പറയുന്ന ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ്റെ അർത്ഥം എന്താണ്? ഓവിയർ, ദ കംപ്ലീറ്റ് വർക്ക് ഓഫ് എ റൈറ്റർ, പെയിൻറ്റർ, എക്സെട്ര. ഇപ്പം രവിവർമ്മ, രാജാ രവിവർമ്മയുടെ മുഴുവൻ പെയിൻറ്റിങ്സും ഒരുമിച്ച് വെക്കുന്നു, അതിനെയാണ് ഓവിയോർ എന്ന് പറയുന്നത്. ദ കംപ്ലീറ്റ് വർക്ക് ഓഫ് എ റൈറ്റർ ഓർ എ പെയിൻറ്റർ. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ മുഴുവൻ വർക്കുകൾ ഒരുമിച്ച് പറയുന്നു, ഓവിയർ ആണെന്ന് പറയാം. എന്നാന്ന് വെച്ചാൽ ദ കംപ്ലീറ്റ് വർക്ക് ഓഫ് എ റൈറ്റർ ഓർ പെയിൻറ്റർ, എക്സെട്ര. എലിബി, ഞാൻ ആൾറെഡി തുടക്കത്തിൽ പറഞ്ഞ വാക്കാണ് എലിബി. എൽസ്വെയർ എന്ന വാക്കാണ്, എൽസ്വെയർ എന്ന അർത്ഥമാണ്. അതായത് കുറ്റം നടന്ന സമയത്ത് പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ആള് ആ സ്ഥലത്തായിരുന്നില്ല, മറിച്ച് മറ്റൊരു സ്ഥലത്തായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖയാണ് ലീഗൽ പരമായിട്ട് അലിബി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവസാന വാക്ക് എർഗോ എന്നുള്ള വാക്കാണ്. എർഗോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ദെയർഫോർ. അപ്പോൾ നമ്മൾ 16 വാക്കുകളാണ് പഠിച്ചത് ഇതുവരെ. ഞാൻ 9 മുതലുള്ള വാക്കുകൾ ഒന്നുകൂടെ പറയാം. ഡിജോർ, ജോർ എന്ന് പറയുമ്പോൾ ജൂറി, ലോ, അക്കോർഡിംഗ് ടു ലോ, അതായത് നിയമാനുസൃതമായ. ഡിഫാക്റ്റോ റൂളർ, യഥാർത്ഥ അവകാശി. ഡിഫാക്റ്റോ ഹെയർ, യഥാർത്ഥ അവകാശി, ആക്ച്വൽ. എട്രെയിഞ്ചർ, ഫോറിനർ എന്നാണ് അർത്ഥം. എക്സ്ക്യൂറിയ, ഔട്ട് ഓഫ് കോർട്ട്, കോടതിക്ക് പുറത്ത്. ഇറ്റേറം, എഗെയിൻ എന്നാണ് അർത്ഥം. ഓവിയർ, ദ കംപ്ലീറ്റ് വർക്ക് ഓഫ് എ റൈറ്റർ, പെയിൻറ്റർ, എക്സെട്ര. എലിബി, എൽസ്വെയർ എന്നാണ് അർത്ഥം. എർഗോ, ദെയർഫോർ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു.
തീർന്നില്ല, 20 വാക്കുകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത 4 വാക്കും എൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാം. ഇന്ന് മുതൽ നിങ്ങളുടെ വൊക്കാബുലറിയിലേക്ക് ഇതും ആഡ് ചെയ്യുക. പരീക്ഷയ്ക്ക് ഇതിൽ നിന്നൊരു വാക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള ക്ലാസ് യൂട്യൂബിലൂടെ ഞാൻ നിങ്ങൾക്ക് തരൂ. ഏറ്റവും ഞാൻ സെലക്ട് ചെയ്യുന്ന വാക്കുകളായിരിക്കും നിങ്ങൾക്ക് യൂട്യൂബിലൂടെ തരുന്നത്. സോ ഇനിയും കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ എൻട്രിയുടെ ക്ലാസ്സിലേക്ക് തന്നെ വരണം. ഞാൻ എൻ്റെ അടുത്ത അടുത്ത ബാച്ച് തുടങ്ങുന്നുണ്ട്. ഒരുപാട് ബാച്ചുകൾ ആരംഭിച്ചു, എങ്കിലും 23 ബാച്ചുണ്ട് നമുക്ക് മെൻറ്റർഷിപ്പ് മാത്രമായിട്ട്. ഇത്രയധികം ബാച്ച് വേറെ പലർക്കും ഇല്ല. അത്രമാത്രം ക്ലാസ്സിൻ്റെ അഭിപ്രായം അറിഞ്ഞാണ് ഉദ്യോഗാർത്ഥികൾ നമ്മളിലേക്ക് വന്നത്. നിങ്ങളും വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇംപ്രോംറ്റോ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് റിഹേഴ്സൽ. ഇംപ്രോംറ്റോ സ്പീച്ച്, ഇംപ്രോംറ്റോ ഡാൻസ് എന്ന് പറഞ്ഞാൽ യാതൊരു പ്രിപ്പറേഷനും ഇല്ലാതെ നടത്തുന്ന പ്രസംഗങ്ങൾ, ഡാൻസുകൾ, അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ് ഇംപ്രോംറ്റോ, വിത്തൗട്ട് എനി റിഹേഴ്സൽ. അഡ്മാനം മീൻസ് റെഡി ഫോർ യൂസ്. പലയിടത്തും ഉപയോഗിച്ച് കാണുന്നൊരു വാക്കാണ് റെഡി ഫോർ യൂസ്. അഡ്മാനം എന്നാണ്. അഡ്മാനം. സിനെക്വാനോൺ എന്ന് പറയുന്ന ഫ്രേസ് വായിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. വെരി എസെൻഷ്യൽ, ഏറ്റവും പ്രധാനപ്പെട്ട എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. പ്ലാസ എല്ലാവർക്കും അറിയാം, പബ്ലിക് സ്ക്വയർ ഇൻ എ സിറ്റി. സിറ്റിയിലെ ഒരു പബ്ലിക് സ്ക്വയറിനെയാണ് പ്ലാസ എന്ന് പറയുന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് കൂടുതലും ലീഗൽ വേർഡ്സ് ആണ്. എല്ലാം ലീഗൽ വേർഡ്സ് ആണെന്ന് ഞാൻ പറയുന്നില്ല, കൂടുതലും ലീഗൽ വേർഡ്സ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കും എന്ന് എനിക്ക് തോന്നിയ അറിഞ്ഞിരിക്കേണ്ട കുറേ വാക്കുകളാണ്. സോ സുവാമോട്ടോ എന്ന് പറയുന്ന ഫോറിൻ ഫ്രേസിൻ്റെ അർത്ഥം നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയാൻ വേണ്ടി. ഈ 20 വാക്ക് നിങ്ങൾ കേട്ടു, 2-3 തവണ ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സുവോമോട്ടോ എന്ന് പറയുന്ന ആ ഫോറിൻ ഫ്രേസിൻ്റെ അർത്ഥം എന്താണ് ഞാൻ പറഞ്ഞതെന്നാണ് നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ കമൻറ്റ് ചെയ്യേണ്ടത്. സോ ഇംപ്രോംറ്റോ വിത്തൗട്ട് എനി റിഹേഴ്സൽ, അഡ്മാനം റെഡി ഫോർ യൂസ്, സിനെക്വാനോൺ എന്ന് പറഞ്ഞാൽ വെരി എസെൻഷ്യൽ, പ്ലാസ എന്ന് പറഞ്ഞാൽ എ പബ്ലിക് സ്ക്വയർ ഇൻ എ സിറ്റി എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ഇഡിയംസ് ആണ്. കോസ്റ്റ് ആം ആൻഡ് എ ലെഗ്. ഇഡിയംസ് പരിചയപ്പെടുത്തുന്ന ഒരു കാര്യം പറയാം. ഒരുപാട് പേര് നിങ്ങൾക്ക് ഇഡിയംസ് പഠിപ്പിച്ചിട്ടുണ്ട്, ഞാനും പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് വ്യത്യസ്തമായിട്ട് ഒരർത്ഥം വരുന്ന ഒരുപാട് ഇഡിയംസ്, അതായത് ഒരുപാട് ഇഡിയംസിൻ്റെ അർത്ഥം ഒന്നായിരിക്കും. അതും പ്രത്യേകതയുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അടുത്ത വരുന്നത്. ഇപ്പോൾ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ള, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇൻഎക്സ്പെൻസീവ് അല്ലെങ്കിൽ ചീപ്പ്. അപ്പോൾ ഇത് രണ്ടിനും വരാൻ സാധ്യതയുള്ള ഒരേ അർത്ഥം വരുന്ന ഇഡിയോമാറ്റിക് എക്സ്പ്രഷനാണ് പരിചയപ്പെടുന്നത്. നോക്കുക. കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ്, എ ബിഗ് ടിക്കറ്റ്, കിങ്സ് റാൻസം, കോസ്റ്റ് എ ഫോർച്യൂൺ, കോസ്റ്റ് എ പ്രെറ്റി പെന്നി. ഒന്നുകൂടെ പറയാം. കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ് അർത്ഥം എക്സ്പെൻസീവ്, വിലപിടിപ്പുള്ള. ബിഗ് ടിക്കറ്റ് ഫ്രൈസാണ്, വിലപിടിപ്പുള്ള. കിങ്സ് റാൻസം എക്സ്പെൻസീവ്, വിലപിടിപ്പുള്ള. കോസ്റ്റ് എ ഫോർച്യൂൺ, വിലപിടിപ്പുള്ള. കോസ്റ്റ് എ പ്രെറ്റി പെന്നി, വിലപിടിപ്പുള്ള. അതായത് ഈ 5 ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ്റെ അർത്ഥം എക്സ്പെൻസീവ്, വിലപിടിപ്പുള്ള എന്നാണ്. കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ്, എ ബിഗ് ടിക്കറ്റ്, കിങ്സ് റാൻസം, കോസ്റ്റ് എ ഫോർച്യൂൺ, കോസ്റ്റ് എ പ്രെറ്റി പെന്നി. എല്ലാത്തിൻ്റെ മീനിങ് എക്സ്പെൻസീവ് അഥവാ വിലപിടിപ്പുള്ള എന്നാണ്. അടുത്തത് ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത്, എക്സ്പെൻസീവിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇൻഎക്സ്പെൻസീവ് ഓർ ചീപ്പ്. ആ അർത്ഥം വരുന്ന ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ആസ് ചീപ്പ് ആസ് ചിപ്സ്, ഡർട്ട് ചീപ്പ് ഫോർ എ സോങ്. ഈ 3 ഫ്രേസും, ആസ് ചീപ്പ് ആസ് ചിപ്സ് എന്ന് പറയുന്ന ഇഡിയോമാറ്റിക് എക്സ്പ്രഷനും ഡർട്ട് ചീപ്പ് ഫോർ എ സോങ് തുടങ്ങിയ ഫ്രേസുകളും അർത്ഥമാക്കുന്നത് ഇൻഎക്സ്പെൻസീവ് ഓർ ചീപ്പ് എന്നാണ്. ഒന്നുകൂടെ പറയാം. ആസ് ചീപ്പ് ആസ് ചിപ്സ്, ഡർട്ട് ചീപ്പ് ഫോർ എ സോങ്. രണ്ടിടത്തും ചീപ്പുണ്ട്, അപ്പോൾ ഇൻഎക്സ്പെൻസീവ് എന്ന് തന്നെ അർത്ഥം. ഫോർ എ സോങ് എന്ന് പറയുമ്പം ഇൻഎക്സ്പെൻസീവ് ആൻഡ് ചീപ്പ്. ഇനി ഇത് രണ്ടുമായിട്ടും ബന്ധമില്ലാത്ത ഒരർത്ഥം വരുന്ന കുറച്ച് ഇഡിയംസ് നമുക്ക് പരിചയപ്പെടാം. ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞാൽ പൂച്ചയെ പുറത്ത് വിടുക എന്നല്ല, പൂച്ച് പുറത്ത് ചാടുക. തത്തുല്യമായ മലയാള പ്രയോഗം പൂച്ച് പുറത്താകുക, രഹസ്യം പുറത്താകുക. സ്പിൽ ദ ബീൻസ്, രഹസ്യം പുറത്താക്കുക. ഗിവ് ദ ഗെയിം അവേ, രഹസ്യം പുറത്തു വിടുക. ടു ടേക്ക് ദ ലീഡ് ഓഫ്, രഹസ്യം പുറത്തു വിടുക. 4 ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ്റെ അർത്ഥം ഒന്നാണ്. ഇത് 4ഉം ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളുമാണ്. ഏതൊക്കെയാ? ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, സ്പിൽ ദ ബീൻസ്, ഗിവ് ദ ഗെയിം അവേ, ടു ടേക്ക് ദ ലിഡ് ഓഫ്, ടു റിവീൽ എ സീക്രട്ട് എന്നാണ്. അപ്പോൾ ഇത് ഒന്നും കൂടെ പറയാം, ക്ലാസ്സിലിരുന്ന് തന്നെ പഠിച്ചാൽ അത്രയും നല്ലതായിരിക്കും. കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ്. എ ബിഗ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ്. കിങ്സ് റാൻസം, കോസ്റ്റ് എ ഫോർച്യൂൺ, കോസ്റ്റ് എ പ്രെറ്റി പെന്നി. ഇതെല്ലാം എക്സ്പെൻസീവ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഇഡിയോമാറ്റിക് എക്സ്പ്രഷനാണ്. ആസ് ചീപ്പ് ആസ് ചിപ്സ്, ഡർട്ട് ചീപ്പ് ഫോർ എ സോങ്. ഇത് ഇൻഎക്സ്പെൻസീവ്, ചീപ്പ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, സ്പിൽ ദ ബീൻസ്, ഗിവ് ദ ഗെയിം അവേ, ടു ടേക്ക് ദ ലിഡ് ഓഫ്. ഇതെല്ലാം ടു റിവീൽ എ സീക്രട്ട്, രഹസ്യം പുറത്താകുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന
ഇഡിയോമാറ്റിക് എക്സ്പ്രഷനാണ്. അതായത് ഒറ്റ സ്ലൈഡിലൂടെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു 10-25 ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ്റെ അർത്ഥം പഠിക്കാം. അതാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. തീരുന്നില്ല. സ്ട്രെയിറ്റ് ആസ് ആൻ ആരോ. ഇപ്പം സിൻസിയറും ഓണസ്റ്റും, സത്യസന്ധനായ, ആത്മാർത്ഥതയുള്ള. ഡിസോണസ്റ്റും ഇൻസിൻസിയറും, ആത്മാർത്ഥതയില്ലാത്ത, സത്യസന്ധനല്ലാത്ത. അപ്പം അങ്ങനെയുള്ളത് ഒരു വാക്കും അതിൻ്റെ ഓപ്പോസിറ്റും അർത്ഥം വരുന്ന കുറച്ച് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ നമ്മൾ ആദ്യം പഠിച്ച പോലെ ഒന്ന് പരിചയപ്പെടാം. നല്ല അർത്ഥമാണ് സിൻസിയർ, ഓണസ്റ്റ്, സത്യസന്ധനായ. പിന്നെ നമ്മൾ പറയാറുണ്ട് എന്താണ് സാൾട്ട് ഓഫ് ദി എർത്ത്. എപ്പോഴും ചോദിക്കുന്ന, നിങ്ങൾക്ക് ചോദിച്ചായിരുന്നു കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ചോദ്യമാണ് സാൾട്ട് ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞാൽ ഓണസ്റ്റ്, സത്യസന്ധനായ. മഹാത്മാഗാന്ധി വാസ് ദ സാൾട്ട് ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞാൽ ഹോണസ്റ്റ് പേഴ്സൺ എന്നാണ് അർത്ഥം. നോക്ക്, സ്ട്രെയിറ്റ് ആസ് ആൻ ആരോ, നേരെ വാ നേരെ പോ. സ്ട്രെയിറ്റ് ആസ് ആൻ ആരോ എന്ന് പറഞ്ഞാൽ ഓണസ്റ്റ്, സിൻസിയർ. എബോവ് ബോർഡ്, സിൻസിയർ. സ്ട്രെയിറ്റ് ആസ് എ റാം റോഡ്, സിൻസിയർ. ട്രൂ ആസ് സ്റ്റീൽ, സാൾട്ട് ഓഫ് ദി എർത്ത്, ഫ്രം ദ ബോട്ടം ഓഫ് വൺസ് ഹാർട്ട്. നമ്മൾ ഉപയോഗിക്കുന്നൊരു ഫ്രേസാണ് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്സ് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായി ഞാൻ പറയുന്നു. ഒന്ന് പഠിച്ചേ. സ്ട്രെയിറ്റ് ആസ് ആൻ ആരോ, above board, straight as a ram rod, true as steel, salt of the earth, from the bottom of one's heart. ഇതിൻ്റെ എല്ലാ അർത്ഥം സിൻസിയർ, ഓണസ്റ്റ് എന്നാണ്. നമുക്കിനി പഠിക്കേണ്ടത് ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. എ ബാഡ് ആപ്പിൾ, ഡിസോണസ്റ്റ്. എ ബാഡ് എഗ്, ഡിസോണസ്റ്റ്. ഷാർപ്പ് പ്രാക്ടീസ്, ഇതിൻ്റെ എല്ലാ അർത്ഥം ഡിസോണസ്റ്റ് എന്നാണ്. ബാഡ് ആപ്പിൾ, എ ബാഡ് എഗ്, എ ഷാർപ്പ് പ്രാക്ടീസ്, ഇതിൻ്റെ എല്ലാ അർത്ഥം ഡിസോണസ്റ്റ് എന്നാണ്. ഓക്കെ, ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊന്ന് വേഗത്തിൽ റിവിഷൻ ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ലോക്കസ് ക്ലാസിക്കസ്, എ ക്ലാസിക് എക്സാമ്പിൾ, ഉത്തമ ഉദാഹരണം, മകുടോദാഹരണം. നോട്ട് എ വെർബാലെ, ഡിപ്ലോമാറ്റിക് കമ്മ്യൂണിക്കേഷൻ ബൈ വൺ ഗവൺമെൻറ് ടു അനദർ, നയതന്ത്രപരമായ ഒരു സമീപനം രാജ്യങ്ങൾ തമ്മിലുള്ള. എർസാറ്റ്സ്, ഡ്യൂപ്ലിക്കേറ്റ് എന്നാണ് അർത്ഥം. സുവോ മോട്ടോ, ഓൺ ഇറ്റ്സ് ഓൺ മോഷൻ. ഇത് കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ വാക്കുകളാണ്, നിങ്ങൾ ആൾറെഡി കമൻറ്റ് ചെയ്ത് കാണുമല്ലോ. പ്രൈമം നോൺ നൊസേറെ, ഫസ്റ്റ് ഡു നോ ഹാം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക. കാർട്ടെ ബ്ലാൻഷെ, ഫുൾ അതോറിറ്റി. പാരി പാസു, അറ്റ് ഈക്വൽ ഫേസ്, തുല്യത. ഇംപാസ്, ഡെഡ് ലോക്ക് എന്നാണ് അർത്ഥം പറയുന്നത്. ഡിജോർ, അക്കോർഡിംഗ് ടു ലോ. ഡിഫാക്റ്റോ, ആക്ച്വൽ, യഥാർത്ഥത്തിൽ. ഡിജോർ എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമായ. എട്രേഞ്ചർ, ഫോറിനർ. എക്സ്ക്യൂറിയ, ഔട്ട് ഓഫ് കോർട്ട്, കോടതിക്ക് പുറത്ത്. എഠേറം, അഗെയിൻ. ഓവിയർ, ദ കംപ്ലീറ്റ് വർക്ക് ഓഫ് എ റൈറ്റർ, പെയിൻറ്റർ, എക്സെട്ര. അലീബി, എൽസ്വെയർ. എർഗോ, ദെയർഫോർ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഇംപ്രോംപ്റ്റോ, വിതൗട്ട് എനി റിഹേഴ്സൽ. അഡ്മാനം, റെഡി ഫോർ യൂസ്. സിനെ ക്വാ നോൺ, എന്ന് പറഞ്ഞാൽ വെരി എസെൻഷ്യൽ. പ്ലാസ, എ പബ്ലിക് സ്ക്വയർ ഇൻ എ സിറ്റി. പിന്നെ നമ്മൾ പഠിച്ചത് ഇഡിയംസ് ആൻഡ് ഫ്രേസ് ആണ്. എക്സ്പെൻസീവ് എന്നർത്ഥം വരുന്ന ഇഡിയംസ് ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ്, എ ബിഗ് ടിക്കറ്റ്, കിങ്സ് റാൻസം, കോസ്റ്റ് എ ഫോർച്യൂൺ, കോസ്റ്റ് എ പ്രെറ്റി പെന്നി. ഇത് എക്സ്പെൻസീവ് എന്നർത്ഥത്തിലാണ്. ആസ് ചീപ്പ് ആസ് ചിപ്സ്, ഡേർട്ട് ചീപ്പ്, ഫോർ എ സോങ്. ഇത് മൂന്നും ഇൻഎക്സ്പെൻസീവ് ഓർ ചീപ്പ് എന്ന അർത്ഥത്തിലാണ്. രണ്ടും ഒരുമിച്ച് എഴുതി വെച്ച് പഠിക്കണം. ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, സ്പിൽ ദ ബീൻസ്, ഗിവ് ദ ഗെയിം അവേ, ടു ടേക്ക് ദ ലിഡ് ഓഫ്. ഈ 4 ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ്റെ അർത്ഥം ടു റിവീൽ എ സീക്രട്ട് എന്നാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഓണസ്റ്റും ഡിസോണസ്റ്റും അർത്ഥം വരുന്ന ഇഡിയംസ് ആണ് അവസാനം പരിചയപ്പെട്ടത്. സ്ട്രെയിറ്റ് ആസ് ആൻ ആരോ, ഓണസ്റ്റ്. അബവ് ബോർഡ്, സ്ട്രെയിറ്റ് ആസ് എ റാം റോഡ്, ട്രൂ ആസ് സ്റ്റീൽ, സാൾട്ട് ഓഫ് ദി എർത്ത്, ഫ്രം ദ ബോട്ടം ഓഫ് വൺസ് ഹെർട്ട്, സിൻസിയർ, ഓണസ്റ്റ് എന്നാണ്. എ ബാഡ് ആപ്പിൾ, എ ബാഡ് എഗ്, എ ഷാർപ്പ് പ്രാക്ടീസ്. ഇതൊക്കെ എന്താണ്? ഡിസോണസ്റ്റ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാൾട്ട് ഓഫ് ദി എർത്ത് എന്ന് പറയുന്ന ഫ്രേസിൻ്റെ അർത്ഥം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. സാൾട്ട് ഓഫ് ദി എർത്ത് എന്തായിരിക്കും അതിൻ്റെ അർത്ഥം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരെണ്ണം കൂടെ, ഇംപ്രോംപ്റ്റോ എന്ന് പറയുന്ന ഫോറിൻ ഫ്രേസിൻ്റെ അർത്ഥം കൂടെ ആ വാക്ക് എഴുതിയിട്ട് കമൻറ്റ് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായവും കമൻറ്റ് ചെയ്യണം. കോഴ്സ് വളരെ ഗംഭീരമായിട്ടുള്ളൊരു കോഴ്സാണ് ഞങ്ങൾ എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കോഴ്സ് ലീഡ് ചെയ്യുന്നത് ഞാനാണ്. അതുകൊണ്ട് തന്നെ അത്രമാത്രം റിസൾട്ട് വേണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ ഈ കോഴ്സ് ലീഡ് ചെയ്യുന്നത്. എൻ്റെ കൂടെയുള്ള ടീച്ചേഴ്സ് സ്ട്രോങ് ആണ്. 8ഓളം ഇംഗ്ലീഷ് അധ്യാപകർ മാത്രം നമുക്കുണ്ട്. സൈക്കോളജി, കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ ടീച്ചിങ് മെത്തഡോളജി കൈകാര്യം ചെയ്യാൻ വളരെ പ്രഗത്ഭരായ അധ്യാപകർ ടീമുണ്ട്. ഒരു നല്ല മെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ എങ്ങും നിങ്ങളിനി നോക്കണ്ട. ഇംഗ്ലീഷ് എൻട്രിയിൽ തന്നെ HSC ഇംഗ്ലീഷ് വളരെ ഒരു ഫേമസ് കോഴ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗാർത്ഥികളുടെ ചർച്ച ചെയ്യപ്പെടുന്നൊരു കോഴ്സായി മാറിക്കൊണ്ടിരിക്കുന്നു. പരാതികൾ
ഇല്ലെന്നല്ല, പരാതികൾ പരിഹരിച്ചു പോകുന്ന ഉദ്യോഗാർത്ഥികളുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകുന്ന ഒരു കോഴ്സായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ കോഴ്സിൻ്റെ ഭാഗമാകുക. വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ വരും. ആർഷ മിസ്സിൻ്റെ വീഡിയോസും നിങ്ങൾക്ക് യൂട്യൂബിലൂടെ ലഭ്യമാണ്. ആർഷ മിസ്സാണ് മേജർ പോർഷൻസ് എടുക്കുന്നത്. എല്ലാ അധ്യാപകരെയും യൂട്യൂബിൽ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം. തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ തഴവ.